വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. ഏവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലിംഗം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി ഒരു പാർട്ട് കൂടിയുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആക്കി തരാം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ നമ്മൾ ഇപ്പോൾ പഠിച്ചു വന്നില്ലേ, അതുപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ പാഠമായിട്ട് എടുത്തതെല്ലാം, ഈ ഭാഗങ്ങളിൽ എടുത്തതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഈ PDF ആയിട്ട് തരുന്ന ഭാഗം കൂടി വായിച്ച് വയ്ക്കുക കേട്ടോ. ശരി, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ നോക്കിക്കേ, സന്യാസി. സന്യാസി എന്നതിൻ്റെ എതിർലിംഗമാണ് സന്യാസിനി. കേട്ടിട്ടില്ലേ? നസീർ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ പാടുന്നത്. അപ്പൊ സന്യാസിനി എന്നുള്ള വാക്കുണ്ട്. സന്യാസി, സന്യാസിനി. സിംഹം. സിംഹം ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കും സിംഹിണിയാണെന്നല്ല കേട്ടോ, സിംഹിയാണേ. സിംഹി. സിംഹം എന്താണ്? സിംഹിയാണ് എതിർലിംഗം. ഇനി സാക്ഷി. സ്ഥിരം ചോദിക്കേണ്ടതാണ്, PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷി. സാക്ഷികാരി, സാക്ഷിത്രി, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ഉത്തരം എന്താണ്? സാക്ഷി, സാക്ഷിണി. സാക്ഷി എന്താണ്? സാക്ഷിണി. ഇനി ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ എന്നതിൻ്റെ എതിർലിംഗം ഗൃഹി എന്നൊക്കെ കൊടുത്തേക്കുവേ, അതൊന്നും അല്ല കേട്ടോ, ഗൃഹിണി. ഗൃഹസ്ഥൻ, ഗൃഹിണി. ഇനി അഭിനേതാവ്. അഭിനേതാവ് എന്നതിൻ്റെ എതിർലിംഗമാണ് അഭിനേത്രി. എന്താണ്? അഭിനേത്രി. ഇനി നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചു, നേതാവ്, നേത്രി. കണ്ടോ? ഒരുപോലെ വരുന്നത് കണ്ടോ? അഭിനേതാവ്, അഭിനേത്രി. നേതാവ്, നേത്രി. ഓർക്കാമല്ലോ. ഇനി ലേഖകൻ. ലേഖകൻ എന്ന് പറഞ്ഞാൽ ആരാണടേ? എഴുതിയ ആളെന്നാണ് കേട്ടോ. നമ്മൾ പത്രങ്ങൾക്കകത്തൊക്കെ കാണാറില്ലേ സ്വന്തം ലേഖകൻ എന്നൊക്കെ. അപ്പോൾ എഴുതിയ ആൾ. ലേഖകൻ ആരാണ്? എഴുതിയ ആൾ. എഴുതിയ ആൾ ആരാണ്? പുരുഷൻ. അതാണ് ലേഖകൻ. ഇപ്പൊ എഴുതിയതൊരു സ്ത്രീ ആണെങ്കിലോ? എഴുതിയവൾ, ലേഖിക. അടുത്ത നോക്കിക്കേ, യാത്രികൻ. യാത്രികൻ എന്നതിൻ്റെ എതിർലിംഗം യാത്രിക. യാത്രികയൊന്നുമില്ല, യാത്രിക. മിടുക്കൻ, മിടുക്കി. മിടുക്കൻ എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? മിടുക്കി. ഒന്നുകൂടെ നോക്കൂ, സന്യാസി, സന്യാസിനി. സിംഹം, സിംഹി. സിംഹം, സിംഹി. സാക്ഷി, സാക്ഷിണി. ഗൃഹസ്ഥൻ, ഗൃഹിണി. അഭിനേതാവ്, അഭിനേത്രി. ലേഖകൻ, എഴുതിയ ആൾ, ലേഖിക. എന്താണ്? എഴുതിയവൾ. ഇനി യാത്രികൻ, യാത്രിക. മിടുക്കൻ, മിടുക്കി. സന്യാസി, സന്യാസിനി. സിംഹം, സിംഹി. സാക്ഷി, സാക്ഷിണി. ഗൃഹസ്ഥൻ, ഗൃഹിണി. എന്താണ്? അഭിനേതാവ്, അഭിനേത്രി. ലേഖകൻ, ലേഖിക. യാത്രികൻ, യാത്രിക. മിടുക്കൻ, മിടുക്കി. അടുത്തത് ബാലകൻ. ബാലകൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടി. ചെറിയ ആൺകുട്ടിയല്ല, ആൺകുട്ടി. ആൺകുട്ടിയാണ് ബാലകൻ എന്ന് പറയുക. ബാലകൻ എന്നതിൻ്റെ എതിർലിംഗമാണ് ബാലിക. ബാലകൻ, ബാലിക. അപരിചിതൻ, അപരിചിത. അറിയാത്ത ആളിനെയാണെങ്കിൽ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരാൾ പുരുഷനാണെങ്കിൽ അപരിചിതൻ, അപരിചിത. ഇനി വൃദ്ധൻ. വൃദ്ധൻ, വൃദ്ധ. അദൃശ്യൻ. അദൃശ്യൻ, അദൃശ്യനല്ല കേട്ടോ. അദൃശ്യൻ കാണാൻ പറ്റാത്തത് എന്നുള്ള, അപ്രത്യക്ഷനായവൻ എന്നുള്ള അർത്ഥം. അദൃശ്യൻ എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത. നമുക്കൊന്നും അവൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ജയിക്കാൻ പറ്റില്ല. എങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയണം? അദൃശ്യൻ എന്ന് പറയണം കേട്ടോ. അദൃശ്യൻ. ഇനി ജയിക്കാൻ പറ്റാത്തവളാണെങ്കിലോ, അല്ലെങ്കിൽ അടുക്കാൻ പറ്റാത്തവളാണെങ്കിലോ? അദൃശ്യ. അദൃശ്യൻ, അദൃശ്യ. രാജാവ്, എല്ലാവർക്കും അറിയാം, രാജ്ഞി. യോദ്ധാവ്. യോദ്ധാവ് ആരാണ്? പോരാളി, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവൻ എന്നർത്ഥം. പോരാളി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവൻ എന്നർത്ഥം. ഇനി ഒരു സ്ത്രീ ആണെങ്കിലോ അതിൻ്റെ എതിർലിംഗം എങ്ങനെ വരും? യോദ്ധ്രി, യുദ്ധം ചെയ്യുന്നവൾ. ഓക്കെ,
ഒന്നുകൂടെ, ബാലകൻ, ബാലിക. ബാലകൻ ചെറിയ ആൺകുട്ടിയാണ് ബാലകൻ, പെൺകുട്ടിയാണ് ബാലിക. അപരിചിതൻ, അപരിചിത. വൃദ്ധൻ, വൃദ്ധ. അദൃശ്യൻ, അദൃശ്യനല്ല അദൃശ്യൻ. അടുക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തവൻ, അദൃശ്യ ആണ് അതിൻ്റെ എതിർലിംഗം. രാജാവ്, രാജ്ഞി. യോദ്ധാവ്, പോരാളി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവൻ എന്നതിൻ്റെ എതിർലിംഗമാണ് യോദ്ധ്രി. അപ്പോ ബാലകൻ, ബാലിക. അപരിചിതൻ, അപരിചിത. വൃദ്ധൻ, വൃദ്ധ. അദൃശ്യൻ, അദൃശ്യ. രാജാവ്, രാജ്ഞി. യോദ്ധാവ്, യോദ്ധ്രി. അടുത്ത നോക്കിക്കേ, അഗ്രഗണ്യൻ. എന്താണ് അഗ്രഗണ്യൻ? അഗ്രഗണ്യൻ എന്ന് പറഞ്ഞാൽ മുഖ്യനായി പരിഗണിക്കേണ്ടവൻ. എന്താണ് മുഖ്യനായി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ആള്. മുഖ്യനായി, അയ്യോ എനിക്ക് തെറ്റിപ്പോയി, റബ്ബർ കെട്ടെടുത്തോട്ടെ. മുഖ്യനായി പരിഗണിക്കേണ്ടവൻ, അതിൻ്റെ എതിർലിംഗമാണ് അഗ്രഗണ്യ. ഇനി കൃശഗാത്രൻ. കൃശഗാത്രൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരത്തോട് കൂടിയവൻ. മെലിഞ്ഞ ശരീരത്തോട് കൂടിയവൻ. അതിൻ്റെ എതിർലിംഗം എന്താണ്? കൃശഗാത്രി. എന്താണ് കൃശഗാത്രി? നായകൻ, നായിക. സോദരൻ, സോദരി. കോപിഷ്ഠൻ, കോപിഷ്ഠ. ഒന്നുകൂടെ നോക്കാം. അഗ്രഗണ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഖ്യനായിട്ട് പരിഗണിക്കേണ്ടവൻ. മുഖ്യനായി പരിഗണിക്കേണ്ടവളാണെങ്കിലോ അഗ്രഗണ്യ. കൃശഗാത്രൻ, മെലിഞ്ഞ ശരീരത്തോട് കൂടിയവൻ. മെലിഞ്ഞ ശരീരത്തോട് കൂടിയവളാണെങ്കിലോ കൃശഗാത്രി. നായകൻ, നായിക. സോദരൻ, സോദരി. കോപിഷ്ഠൻ, കോപിഷ്ഠ. അഗ്രഗണ്യൻ, അഗ്രഗണ്യ. കൃശഗാത്രൻ, കൃശഗാത്രി. നായകൻ, നായിക. സോദരൻ, സോദരി. കോപിഷ്ഠൻ, കോപിഷ്ഠ. നോക്കിക്കേ, അപ്പോൾ എന്താണ് ഒരു ചെറിയൊരു പോയിന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന ശബ്ദത്തെ നമ്മൾ ലിംഗം പഠിച്ചു വരികയായിരുന്നല്ലോ. അപ്പോൾ സ്ത്രീ പുരുഷ ജാതികളെ മൊത്തത്തിൽ കുറിക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ സാമാന്യലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറയുക. എന്താണ് സാമാന്യലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറയുക? അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ. മനുഷ്യൻ, വിദ്യാർത്ഥി, ഭാരതീയർ, അവർ, മൃഗങ്ങൾ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന് നമ്മളത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. മനുഷ്യ വിഭാഗം. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിക്കാം, മനുഷ്യൻ എന്നുള്ളതിന് മനുഷ്യ എന്നൊക്കെ വാക്കുകളില്ലേ, അങ്ങനെ പോരെ? അതല്ല. മനുഷ്യൻ എന്നുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ, സ്ത്രീ പുരുഷ ജാതികളെ മൊത്തത്തിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് സ്ത്രീയെയോ പുരുഷനെയോ മാത്രം സൂചിപ്പിക്കുകയല്ല, മനുഷ്യകുലത്തെ ആകെ സൂചിപ്പിക്കുകയാണ് മനുഷ്യൻ എന്ന പദത്തിൽ. ഇനി വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്ന ഒരു പദത്തിനകത്ത് അത് ആൺ വിദ്യാർത്ഥിയാണോ പെൺവിദ്യാർത്ഥിയാണോ എന്ന് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് നമുക്ക് അതിനകത്ത് നിന്ന് വിഭജിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഒരുമിച്ച്, ആൺ പെൺ കുട്ടികളെ എല്ലാം ഒരുമിച്ച് പറയുന്നതാണ് വിദ്യാർത്ഥി എന്നുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനെയും എല്ലാം ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? വിദ്യാർത്ഥി സമൂഹം എന്ന്. അതിനകത്ത് നിന്ന് അവർ ഏത് രംഗത്തിൽപ്പെട്ടതാണെന്ന് പിന്നീട് നമ്മൾ പേരുകൾ വെച്ചും മറ്റും തിരിച്ചറിയുകയാണ് ചെയ്യുക. ഇനി ഭാരതീയർ. ഭാരതീയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആണാണോ പെണ്ണാണോ എന്ന് സൂചിപ്പിക്കുന്നില്ല, ട്രാൻസ്ജെൻഡർ ആണോ സൂചിപ്പിക്കുന്നില്ല. അതെന്താണ്? ഭാരതീയർ എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരെ മുഴുവനും സൂചിപ്പിക്കുകയാണ്. അവർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുന്നു, അതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേർതിരിച്ച് അവിടെ 5 ആണും 3 പെണ്ണും നിൽക്കുന്നു എന്നല്ല പറയാറ് അവരവിടെ നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഈ അവർക്കകത്ത് ആണും പെണ്ണും ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ
ഒരു ഫാമിനകത്ത് കുറേ മൃഗങ്ങളുണ്ട്. പശുവിൻ്റെ എതിർലിംഗമാണ് കാള എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഋഷഭം പഠിച്ചല്ലോ എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ പിന്നെ അതിനകത്ത് കാളയുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, ആണാടും പെണ്ണാടും ഉണ്ട്, പൂവൻകോഴിയുണ്ട്, പിടക്കോഴിയുണ്ട്. അപ്പോൾ അത് മൃഗമല്ലല്ലോ, സോറി, അത് പക്ഷികളാണല്ലോ, പോട്ടെ. അപ്പോൾ എൻ്റെ തെറ്റാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ പന്നിയുണ്ട്, പിന്നെ വേറെ നമ്മൾ ഫാമിനകത്ത് ആരെ വളർത്തും? പോത്തുണ്ട്, എരുമയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനകത്ത് ആൺ പെൺ വ്യത്യാസമുള്ള മൃഗങ്ങളില്ലേ? പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇത്ര 5 പശു 6 കാള ഒന്നും പറയാതെ ആ ഫാമിൽ എന്തുണ്ട്? മൃഗങ്ങളുണ്ട് എന്ന് സാമാന്യമായി അവരുടെ വിഭാഗത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ സ്ത്രീ പുരുഷ ജാതികളെ കുറിക്കുന്ന ശബ്ദത്തെ സാമാന്യലിംഗം അഥവാ ഉഭയലിംഗം എന്ന് പറയുന്നു. അതിന്റെ ഉദാഹരണമാണ് മനുഷ്യൻ, വിദ്യാർത്ഥി, ഭാരതീയർ, അവർ, മൃഗങ്ങൾ എന്നിവ. മനസ്സിലായല്ലോ? അപ്പോൾ ലിംഗം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അത് സാമാന്യമായിട്ട് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് PDF വഴി പരിചയപ്പെടാം. അതിനെന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ച് പഠിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവരുത് എന്നുള്ള ഒരു ശാഠ്യത്തോടു കൂടി തന്നെ പഠിക്കുക. നല്ല മാർക്കോടുകൂടി പാസ്സാവുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നല്ല മാർക്കോടുകൂടി പാസ്സായി റാങ്ക് മേടിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. റാങ്ക് മേടിക്കണം, എന്താണ്, ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തണം. മറ്റേ ഡിസ്റ്റിങ്ഷന് ഫസ്റ്റ് ക്ലാസ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല മാർക്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ ഇടം പിടിക്കുക, ജോലി മേടിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.